ഹലോ മക്കളെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറയാൻ പോകുന്നത് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഉയരെ ബാച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഉയരെ ബാച്ചിലുള്ള മക്കൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. ഇനി ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊക്കെ പഠിച്ചെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല മാർക്സ് സ്കോർ ചെയ്യാനും നേരത്തെ തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഉയരെ ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ലൈവ് ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് ഏത് ലൈവാണ് നടക്കാൻ പോകുന്നത് അത് നിങ്ങൾ നമ്മളുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഹോം പേജിൽ വന്നാൽ തന്നെ ഇനി വരാൻ പോകുന്ന ലൈവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയ് 27 അതായത് ഇന്ന് എന്താണ് നമ്മുടെ സ്വന്തം അലക്സാറിൻ്റെ ഫിസിക്സിൻ്റെ ലൈവാണ് നിങ്ങൾക്കുള്ളത്. ഇനി നാളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയ് 28 മിസ്സിൻ്റെ തന്നെ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓൾറെഡി നമ്മുടെ ബാച്ചിൽ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയും പഠിച്ചു തുടങ്ങാത്ത മക്കൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 3rd ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നാളെ ലൈവ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ ലൈവിൻ്റെ പാർട്ട് 1 നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം. അത് മാത്രമല്ല, നിങ്ങൾ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ എപ്പോഴും മക്കളെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് 2 കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മളത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെൻഡിങ് ആയിട്ടൊരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ടൊന്ന് ചെയ്യുമ്പോൾ പെൻഡിങ് ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലൈവായിട്ടാണ് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് മിസ്സായി എന്ന് കരുതുക, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സിൻ്റെ തന്നെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പം മിസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ലൈവ് ക്ലാസ്സിലേക്ക് പോയി നമ്മൾ 2 പാർട്ടിലാണ് നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാർട്ട് 2 ആണ് മിസ്സായതെങ്കിൽ നിങ്ങൾ എന്തെടുക്കുന്നു, പാർട്ട് 2 എടുക്കുന്നു, ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് വേണോ സ്പീഡായിട്ട് വേണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ കാണേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ലൈവ് ഇന്നലെ നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഈ രീതിയിൽ നിങ്ങൾ ലൈവ് കാണുക. ലൈവ് മിസ്സായ ആൾക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ ലേണിംഗ് വീഡിയോസ് എങ്കിലും കാണണം. റെഡി? ഇനി നിങ്ങൾക്ക് ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇനി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ നോട്ട് കിട്ടും കേട്ടോ. ഇവിടെ PDF ഉണ്ടാകും. ഈ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിപ്പോൾ ക്ലാസ്സാണ്, ഇതിന് താഴെയായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണിച്ചു തരാം. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ആ നോട്ട്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ നോട്ട്സ് കിട്ടുകയാണെങ്കിൽ നോട്ട്സും കൂടെ വായിച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇതല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് കുറച്ചുകൂടി ഇഷ്ടം അല്ലേ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു ടോപ്പിക്സ് ആയിട്ടാണ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, നമ്മുടേതായ റെക്കോർഡഡ് ക്ലാസ്സസും ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ നമ്മൾ ടോട്ടലായിട്ട് എത്ര ലേണിംഗ് വീഡിയോസാണ്, 22 ലേണിംഗ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില ടോപ്പിക്സ് ആണ്, ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ, ആ ടോപ്പിക്കാണ് നിങ്ങൾക്ക് സംശയം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നു, മെൻസ്ട്രൽ സൈക്കിളിലേക്ക് വരുന്നു. മെൻസ്ട്രൽ സൈക്കിൾ 2 പാർട്ടാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ടോപ്പിക്ക് കണ്ടാൽ മതി. ഓക്കെ, അതിലൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 23 മിനിറ്റും മറ്റേത് 18 മിനിറ്റാണ് അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പഠിക്കാം. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ നോട്ട്സും കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുക എപ്പോഴും ലൈവ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ആ ഒരു 2 പാർട്ട് ലൈവിനുള്ളിൽ തീരും. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുകൂടി എക്സ്ട്രാ ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലൈവിൻ്റെ ഇടയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് ലേണിംഗ് വീഡിയോ ആണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വർക്ക്ഷീറ്റാണ്. അപ്പോൾ അതേ വർക്ക്ഷീറ്റിൻ്റെ PDF ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും എന്താണ്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. PYQs നോക്കുക. അതും കൂടെ കഴിഞ്ഞ് നമ്മളൊരു എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ എൻ്റെ മക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്റർ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് പുതിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയ്യോ കുറേ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ, എനിക്കിത് കിട്ടുന്നില്ലേ, എനിക്കിത് ഓർമ്മ കിട്ടുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. അത് തുടക്കത്തിൽ പുതിയതായിട്ടുള്ളൊരു കാര്യം കേൾക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്തു, അതിൻ്റെ PYQ ചെയ്തു, അതിനൊരു എക്സാം കഴിഞ്ഞു, പിന്നെ നിങ്ങളൊരു റിവിഷനിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇനി ഒരു ഓണം എക്സാമിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ എത്രയോ നേരത്തെ, ഇപ്പോൾ നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ എത്തിയില്ലേ, നിങ്ങൾ ഇനി ഒരു 2-3 ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ സിലബസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കാരണം ഡിസംബറിന് മുന്നായിട്ട് നിങ്ങളുടെ സിലബസ് തീർക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടാകും. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആ കാര്യങ്ങൾ വരും.
അല്ലേ? പിന്നെ എക്സാം ടൈമിൽ നമ്മൾ റിവിഷൻ യൂട്യൂബിലൊക്കെ നമ്മൾ വൺ ഷോട്ടൊക്കെ പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വീണ്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഉറപ്പിക്കാനും നല്ല രീതിയിൽ പഠിക്കാനും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ കാണണം. അതുപോലെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം ടേബിൾ ഉണ്ടാകും. ഈ ടൈം ടേബിളിൻ്റെ അകത്ത് ഈ ടൈം ടേബിളിൻ്റെ അകത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസമുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ മന്ത്ലി ടൈം ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ ദിവസങ്ങളാണ് എക്സാം ഉള്ളതെന്ന് വരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ബ്ലാക്ക് കളറിലുള്ളത് നിങ്ങളുടെ എക്സാമാണ്. അപ്പോൾ ആ മാസങ്ങളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനും പറ്റും. ഈ രീതിയിൽ നമ്മളുടെ ആപ്പും ക്ലാസ്സുകളും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള മക്കൾ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് തന്നെ പഠിച്ചു തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. കാരണം പ്ലസ് ടുവിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എണ്ണം കുറവാണ്, പക്ഷെ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സാണ്. പ്രത്യേകിച്ച് ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലാർ ബേസിസ്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത്, ബയോടെക്നോളജിയിലൊക്കെ വരുമ്പോൾ ചാപ്റ്റർ കണ്ടന്റ് കൂടിയാണ് വരിക. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ടെൻഷനായി പോകും. അതിന് ഒരു സമയം വെക്കരുത്, നേരത്തെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.